ഹലോ. സോ നമുക്ക് FT001 ഫസ്റ്റ് യൂണിറ്റ് നോക്കാം. എന്താണ് നമ്മുടെ ബുക്കിന്റെ പേരെന്താ? ശരീരഘടനാശാസ്ത്രം അല്ലെ, ഹ്യൂമൻ അനാറ്റമി. അപ്പോൾ ഹ്യൂമൻ അനാറ്റമിയിൽ FT001 യൂണിറ്റ് 1 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഒരു ആരോഗ്യമുള്ള വ്യക്തി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആദ്യം ഇൻട്രോയിൽ തന്നെ പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും ഒരു വ്യക്തി ഓക്കെ ആണെങ്കിൽ മാത്രമാണ് പൂർണ്ണ ആരോഗ്യവാനാണ് ആ വ്യക്തി എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മളൊരു ആരോഗ്യത്തിന് കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആരോഗ്യം ഒരു ശാരീരികവും മാനസികവും സാമൂഹികവും ആണെന്നുള്ളത് പറഞ്ഞു. എന്നാൽ ഇതിൽ തന്നെ ശരീരം ഫിറ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ആദ്യം ഒരാളെ വിലയിരുത്തുന്ന ആള് ആരോഗ്യവാനാണോ എന്നുള്ളത്. ഓക്കെ. അപ്പൊ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഉപയോഗങ്ങളാണ് നമുക്കുള്ളത്? നമ്മളൊരു പ്രശ്നത്തിന് അഭിമുഖീകരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ നല്ല രീതിയിൽ ആ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ. ഇതാണ് ഒരു ഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യന്റെ കഴിവ് എന്ന് പറയുന്നത്. ഹാർട്ടിലോട്ട് വരുന്ന സമയത്തെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർട്ടിന്റെ ലൊക്കേഷൻ, ഹാർട്ടിന്റെ ഫംഗ്ഷൻ, ആ ഒരു ഹാർട്ട് കൊണ്ടുള്ള ഗുണങ്ങൾ, ബെനിഫിറ്റ്സ്, ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ഹാർട്ടിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലത്തെ ഈ ഒരു മിഡ് ലൈൻ, ചെസ്റ്റിന്റെ മിഡ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ്, അതായത് ഇടത്തെ സൈഡിലോട്ട് മാറിയിട്ടാണ് ഹാർട്ടിന്റെ ഒരു ലൊക്കേഷൻ വരുന്നത്. ഈ ഹാർട്ടിന് പൊതിഞ്ഞിരിക്കുന്ന 3 ആൾക്കാരുണ്ട്. അതിൽ ഒരെണ്ണമാണ് ലങ്സ്, രണ്ടാമത്തതാണ് ഡയഫ്രം, മൂന്നാമത്തതാണ് പെരികാർഡിയം. ഇവര് 3 പേരുമാണ് ഹാർട്ടിനെ ശരിക്കും പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. ഇനി അതിന്റെ ഫംഗ്ഷനിലോട്ട് വരാം, അതിന്റെ പ്രവർത്തനത്തിലോട്ട് വരാം. ഹാർട്ടിന്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഓരോ വ്യക്തിയിലും ഹാർട്ടിന്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജനനം മുതൽക്കാണ്. ഓക്കെ. ആ വ്യക്തി ജനിച്ച അന്ന് മുതലാണ് അവരുടെ ഹാർട്ട് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അത് മരണം വരെയും ആ വർക്കിംഗ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മളെ ശരീരത്തില് ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം, സ്കെലറ്റൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. സോ ഈ സിസ്റ്റംസ് ആണ് നമ്മുടെ ശരീരത്തിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതിൽ ഒരെണ്ണമാണ് നെർവസ് സിസ്റ്റം, അതായത് നമ്മുടെ ഞരമ്പുകളിലെ അതിന്റെ ഒരു സിസ്റ്റം. സോ ഇതിൽ തന്നെ ഓട്ടോണോമസ് അല്ലെങ്കിൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ് നമ്മുടെ ശരീരത്തിന്റെ, പ്രത്യേകിച്ച് ഹാർട്ടിനെ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ സിമ്പത്തറ്റിക് നെർവ്സ് ആണ്, അല്ലെങ്കിൽ നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പുകൾ കേട്ടോ. സിമ്പത്തറ്റിക് നെർവ്സ് ആണ് ഹാർട്ട് റേറ്റിനെ കൂട്ടുന്ന ആള്. എന്നാൽ പാരാസിമ്പത്തറ്റിക് നെർവ്സ് ആണ് ഹാർട്ട് റേറ്റിന്, അതായത് ഹാർട്ടിന്റെ മിടിപ്പിന് കുറക്കുന്ന ആള്. ക്ലിയർ ആണല്ലോ? ഇനി ഹാർട്ടിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് അറിയാം ഹാർട്ടിൽ 4 അറകളാണുള്ളത്, 4 ചേംബേഴ്സ് ആണുള്ളത്. ഓക്കെ. അപ്പോൾ ഈ 4 ചേംബേഴ്സിന്റെ പരിപാടി എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നിർത്താതെ ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ വെൻട്രിക്കിൾസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അറയുണ്ട്. ഈ അറയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ നിന്നാണ് ഈ ബ്ലഡിനെ ലങ്സിലോട്ട് പറഞ്ഞയക്കുന്നത്. ലങ്സിൽ പറഞ്ഞയച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? അവിടുന്ന് ഓക്സിജനെ ഈ ബ്ലഡിലോട്ട് കലർത്തി കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്തിട്ട് മറ്റുള്ള അവയവങ്ങളിലോട്ട് എത്തിക്കുന്ന പരിപാടിയാണ് അവിടെ ചെയ്യുന്നത്. അതൊക്കെ ലങ്സിന്റെ വർക്ക്സിൽ പെടും. ഓക്കെ. അപ്പൊ ഇവിടെ ഹാർട്ടിന്റെ ഫംഗ്ഷനിൽ വരുന്നത് വെൻട്രിക്കിൾസിൽ നിന്നും ലങ്സിലോട്ട് ഓക്സിജനേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് കൂടി ചേരാൻ വേണ്ടിയിട്ട് ലങ്സിലോട്ട് പറഞ്ഞയക്കുന്ന പരിപാടിയാണ് വെൻട്രിക്കിൾസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, അതായത് ഹാർട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഗുണങ്ങളാണ് എന്ന് ചെയ്ത്, ഓഫ് കോഴ്സ് നമ്മളെ ബ്രീത്തിങ്ങിനെ സഹായിക്കുന്ന അല്ലെ, നമുക്ക് ഓക്സിജൻ ശരീരത്തിൽ മൊത്തത്തിൽ എത്തിക്കുന്ന ഇതൊക്കെ ഉണ്ട്. അത് കൂടാതെ ഫിസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരിൽ ഹയർ കാർഡിയാക് എഫിഷ്യൻസി ഉണ്ടായിരിക്കും. ഹയർ കാർഡിയാക് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർഡിയാക് എന്ന് പറഞ്ഞാൽ എന്താ? ഹാർട്ട് അല്ലെ. ഈ കാർഡിയാക് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത്. സോ ഒരു എന്താണ് ഹാർട്ടിന് എപ്പോഴും ഹയർ ആയിട്ടുള്ള കാർഡിയാക് എഫിഷ്യൻസി, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഒരു ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ. കൂടാതെ അവർക്ക് ഗ്രേറ്റർ സ്ട്രോക്ക് വോളിയം ഉണ്ടായിരിക്കും. എന്താ സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം നമ്മൾ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം വോളിയത്തിൽ ആ ബ്ലഡിനെ പമ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്ട്രോക്ക് വോളിയം എന്നുള്ളത്. ഒരു പമ്പിങ്ങിൽ എത്രമാത്രം ബ്ലഡിനെ പമ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഒരു ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവരുടെ സ്ട്രോക്ക് വോളിയം എപ്പോഴും ഭയങ്കര ഗ്രേറ്റർ സ്ട്രോക്ക് വോളിയം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ അത്ലറ്റ്സോ, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ഭയങ്കര കുറവായിരിക്കും. നമുക്ക് നോർമലി 72 ബീറ്റ്സ് ആണ് ഒരു മിനിറ്റിൽ 72 തവണയാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. സോ അതായത് ഒരു ഫിറ്റ്നസ് ഉള്ള ഒരാളാണെങ്കിൽ, ഫിറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നോർമലിനെക്കാട്ടിലും താഴെയായിരിക്കും അവര് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് വരുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, നമ്മളെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹാർട്ടിന്റെ വർക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് എയറോബിക് എക്സസൈസസ് ആണ് ചെയ്യേണ്ടതായിട്ട് വരിക.
ഒരു ഒബീസിറ്റി ഇല്ലെങ്കിൽ ഒരു ഒബീസ് ആയിട്ടുള്ള നല്ല തടിയുള്ള അല്ലെങ്കിൽ എന്താണ് ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരാളിലാണെങ്കിൽ അവർക്ക് അവരുടെ ഹാർട്ടിന് വർക്ക് ലോഡ് എപ്പോഴും കൂടുതലായിരിക്കും. കാരണം ശരീരത്തിന്റെ ഓരോ ഭാഗത്തോട്ടും ബ്ലഡ് എന്തായാലും എത്തിക്കണമല്ലോ. സോ അതിന്റെ ഭാഗമായിട്ട് ഹാർട്ടിന്റെ വർക്ക് ലോഡ് ഭയങ്കര കൂടുതലായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയം എന്നുള്ള പോർഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് ലങ്സ് ആണ് കുട്ടികളെ. സോ ലങ്സിൽ വരുന്നത്, ലങ്സിന്റെ സ്ട്രക്ചർ പറയാം. ലങ്സ് ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ്. സ്പോഞ്ചി ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ, ലങ്സ് സ്പോഞ്ച് പോലെയാണെന്ന്. യെസ്, ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ഒരു അവയവമാണ്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ലങ്സിന്റെ ഉള്ളിൽ ഒരുപാട് അറകളുണ്ട്. ഈ അറകളിലാണ് ഓക്സിജന് സ്റ്റോർ ചെയ്തിട്ട് വെക്കുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ നിന്നാണ് ബ്ലഡിലോട്ട് ഓക്സിജനെ കയറ്റുന്നതും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്നത്, ഒഴിവാക്കുകയും ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയാണ് ലങ്സിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ മെക്കാനിസം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നതും പുറത്തോട്ട് വിടുന്നതുമായിട്ട് ഉള്ള സംഭവം നടക്കുന്നത് ഒരു കോൺട്രാക്ഷനും റിലാക്സേഷനും കൂടെ സംഭവിച്ചിട്ടാണ്. അതായത് നമ്മൾ ഡയഫ്രം, ശരീരത്തിലുള്ള ഡയഫ്രത്തിന്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും കൂടെ നടക്കുമ്പോഴാണ് ശരിക്കും ഈ ശ്വസനം സംഭവിക്കുന്നത്. അതുപോലെ പ്രഷർ ബാലൻസ് ചെയ്യാം, അതായത് ലങ്സിന്റെ അതിൽ ചുറ്റിലുള്ള ഭാഗങ്ങളിലുള്ള പ്രഷറിനെ ബാലൻസ് ചെയ്യും കൂടെ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ കോൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുന്ന സമയത്ത്. നെക്സ്റ്റ് ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശ്വസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളണ്ടറി ആയിട്ടും ഇൻവോളണ്ടറി ആയിട്ടും നടക്കുന്നുണ്ട്. വോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എന്ത് കാര്യം കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ വോളണ്ടറി എന്നാ പറയാം. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ ഇൻവോളണ്ടറി എന്ന് പറയാം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് രണ്ട് രീതിയിലും വോളണ്ടറി ആയിട്ട് ഇൻവോളണ്ടറി ആയിട്ട് നടക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ശ്വാസം പിടിച്ചു വെക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ശ്വാസം പിടിച്ചു വെക്കാൻ പറ്റും അല്ലെ. എന്നാൽ ശ്വാസത്തിലോട്ട് ഒരു ഫോക്കസും കൊടുക്കാതെ ചുമ്മാ അങ്ങനെ വിടുകയാണെങ്കിൽ ശ്വാസം ഇങ്ങനെ നമ്മൾ ബ്രീത്തിങ് അങ്ങനെ നടന്നു പോകും. അപ്പോൾ നോക്കൂ, അവിടെ വോളണ്ടറി ആയിട്ടും ഇൻവോളണ്ടറി ആയിട്ടും കൺട്രോളിനോട് കൂടിയിട്ടും കൺട്രോൾ ഇല്ലാതെയും നമ്മുടെ ബ്രീത്തിങ് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഈ രണ്ട് രീതിയിലും ശ്വസനം അല്ലെങ്കിൽ ലങ്സ് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ഈ ഒരു ലങ്സിന്റെ വർക്കിങ്ങിലൂടെ ഉണ്ടാവുന്ന ബെനിഫിറ്റ് ആണ്, അതായത് നമ്മുടെ ശരീരത്തിൽ 14 തൊട്ട് 18 ഗ്രാം വരെയാണ് ഹീമോഗ്ലോബിന്റെ അളവ് വരുന്നത്. ഒരു 100 ഗ്രാം ബ്ലഡിൽ 14 to 18 ഗ്രാംസ് ആണ് ഹീമോഗ്ലോബിന്റെ അളവ് വരുന്നത്. ഓക്കെ, ഓരോ ഹീമോഗ്ലോബിനും മോളിക്യൂളും 4 ഓക്സിജൻ മോളിക്യൂൾസിനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്നുണ്ട്. 4 ഓക്സിജൻ മോളിക്യൂൾസിന് കേട്ടോ. അപ്പൊ നിങ്ങൾ ബുക്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മോളിക്യൂൾസിന്റെ ഒക്കെ മലയാളം വാക്ക് എന്താണെന്നുള്ളത് ശരിക്കും കാണാൻ പറ്റും. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. മലയാളത്തിലാണ് നിങ്ങൾ എക്സാം എഴുതണമെങ്കിൽ. സോ 14 തൊട്ട് 18 ഗ്രാം വരെയാണ് ഓരോ 100 ഗ്രാം ഹീമോഗ്ലോബിനിലും ഉള്ളത്. ഓക്കെ, ഇനി ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യന്മാരുടെ ലങ്സിലും എത്രമാത്രമാണ് ഓക്സിജൻ ഉപയോഗിക്കപ്പെടുന്നത് എന്നൊരു സംഭവമുണ്ട്. ഓക്കെ, ഓക്സിജൻ എന്നല്ല, നമ്മളെ ലങ്സിന്റെ അകത്ത് വരുന്ന എയർ എത്രമാത്രം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫിറ്റ് ആയിട്ടുള്ള മനുഷ്യനാണെങ്കിൽ നമ്മളെ ലങ്സിന്റെ 70% വരുന്ന എയറും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്നാൽ ഒരു അൺട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാര്യമായ ട്രെയിനിങ്ങോ എക്സസൈസോ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയിലാണെങ്കിൽ അവർക്ക് വെറും 50% മാത്രമായിരിക്കും അവരുടെ ഒരു ലങ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു എയറിന്റെ എന്താ പറയാ കപ്പാസിറ്റി എന്ന് പറഞ്ഞത്. ഒന്നുകൂടെ പറയണോ? ഓക്കെ, അതായത് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലങ്സിൽ ബ്രീത്ത് ചെയ്യുന്നുണ്ട് അല്ലെ. ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിലോട്ട് എയർ കിടക്കുന്നുണ്ട്. സോ ഇതില് ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്ന എയറിന്റെ 75% അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ അൺഫിറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് 50% മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത്രയേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ആള് ഇൻഡിവിജ്വൽ ഫിറ്റ് ആണോ എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവര് ഒരു 50 സെക്കൻഡെങ്കിലും ശ്വാസം ഒന്ന് പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് 2 മാസം കൊണ്ട് വരെ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ള സംഭവമാണ് റെസിഡ്യുവൽ വോളിയം. അതായത് നമ്മൾ ശ്വാസം പുറത്തോട്ട് എക്സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം
എയർ അല്ലെങ്കിൽ ഈ ഓക്സിജൻ ആവട്ടെ എയർ ആവട്ടെ എത്രമാത്രം അവിടെ ബാലൻസ് ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രമാത്രം കുറവാണോ അത്രമാത്രം ആൾ ഫിറ്റ് ആണെന്നാണ് അർത്ഥം. അതായത് നമ്മൾ ഒരു ശ്വാസം ഉള്ളിലോട്ട് എയർ പോയി, നമ്മൾ പുറത്തോട്ട് വീണ്ടും ശ്വാസം പുറത്തോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് ഇതാക്കി, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലങ്സിന്റെ അകത്ത് എത്രമാത്രം ബാലൻസ് വരുന്നുണ്ട് എന്നുണ്ടല്ലോ, അതിനനുസരിച്ചാണ് നമ്മൾ റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ റെസിഡ്യുവൽ വോളിയം അല്ലെങ്കിൽ ബാക്കി നിൽക്കുന്ന എയർ കൂടുതലായി കഴിഞ്ഞാൽ അത് ഫിറ്റ് അല്ല എന്നാണ് അർത്ഥം. ഓക്കെ, ഇതും വൈറ്റൽ കപ്പാസിറ്റിയും ഏകദേശം ഒരുപോലെയാണ്, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. അത് തമ്മിലുള്ള മാറ്റങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് സ്കെലറ്റൽ, അതായത് മസിൽസിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. അതോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മൊത്തമായിട്ട് 600 വോളണ്ടറി മസിൽസ് ആണുള്ളത്. 200 ബോൺസിലോട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. ബോൺസ് എന്ന് പറഞ്ഞാൽ എല്ലുകൾ, ടെൻഡൻസ് എന്നുള്ള ഒരു ഇതിന്റെ സഹായത്തോടെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ മസിൽസ് എല്ലാം തന്നെ എല്ലിനോട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. എന്നാൽ ഈ മസിൽസിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രവൃത്തി എന്താ വെച്ചാൽ നമ്മളെ മൂവ്മെന്റിനെ, നമ്മുടെ ചലനത്തിനെ സഹായിക്കുക എന്നുള്ളതാണ്. കൂടാതെ നമുക്ക് സ്ട്രെങ്ത്, പോസ്ചർ, ബോഡി മൂവ്മെന്റ് ഇതൊക്കെ നൽകുക എന്നുണ്ട്. ഓക്കെ, സ്ട്രെങ്ത്, പോസ്ചർ ആൻഡ് ബോഡി മൂവ്മെന്റ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബലം. പോസ്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഘടന. ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ശരീരത്തില് വോളണ്ടറി മസിൽസ് ആണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി എന്നുള്ളത്. വോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൺട്രോളിൽ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വോളണ്ടറി എന്ന് പറയാം. സോ നമ്മുടെ ശരീരത്തിൽ വോളണ്ടറി മസിൽസ് ഉണ്ട്. വോളണ്ടറി മസിൽസ് ആണ് നമ്മുടെ മൈൻഡിന്റെ ഒരു സഹായത്തോടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺട്രോളില് മസിൽസിന്റെ ചലനത്തിനെ സഹായിക്കുന്നത്. ഓക്കെ, ഈ മസിൽസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനോട് ഘടിപ്പിച്ചിട്ടുള്ളത്? ടെൻഡൻസ് മുഖേനയാണ് മസിൽസ് എല്ലിനോട് ചേർന്ന് നിൽക്കുന്നത്. ഓക്കെ, ബോഡി മൂവ്മെന്റ് നടക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ ചലനം നടക്കുന്നത് എങ്ങനെയാ വെച്ചാല് മസിൽ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ വഴിയാണ്. മസിൽ കോൺട്രാക്ട് ചെയ്യോ റിലാക്സ് ചെയ്യോ ചെയ്യുമ്പോഴാണ് ഇവിടെ ചലനം നടക്കുന്നത്. എന്നാൽ മസിൽസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് മൂവ്മെന്റ് പോസിബിൾ ആവുമായിരുന്നോ? അല്ലെങ്കിൽ ചലനം ഉണ്ടാവുമായിരുന്നോ? ഇല്ല, നമുക്ക് ചലിക്കാനായിട്ട് പറ്റൂലായിരുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നല്ലൊരു മസിലാണ് നമ്മുടെ ശരീരത്തിൽ, നല്ല മസിൽസ് ആണ് ഉള്ളത് എങ്കിൽ നമ്മുടെ ചലനത്തിനെ ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അതായത് നമ്മളെ ശരീരത്തിന്റെ മൂവ്മെന്റിനെ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയുള്ള മസിൽസ് ആണ്. ഓക്കെ, ഇനി മസിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളതാണ്. മസിൽ ഫൈബേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മസിൽ ഫൈബേഴ്സിന്റെ ഒരു ഘടന എങ്ങനെയാ വെച്ചാൽ സിലിണ്ട്രിക്കൽ സ്ട്രക്ചേഴ്സ് ആണ്. സിലിണ്ട്രിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്യൂബ് പോലെ അല്ലെങ്കിൽ പൈപ്പ് പോലെയുള്ള സ്ട്രക്ചർ ആണ് അവർ. ഓക്കെ, ഈ പറഞ്ഞ മസിൽ ഫൈബേഴ്സിനെ കവർ ചെയ്തിട്ടുള്ളത് സാർക്കോലമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാർക്കോലമ്മയാണ് കവർ ചെയ്തിട്ടുള്ളത്. ഈ സാർക്കോലമ്മയിലാണ് മയോഫൈബ്രിൽസ് ഉള്ളത്. ഓക്കെ, സാർക്കോലമ്മയിലാണ് മയോഫൈബ്രിൽസ് ഉള്ളത്. ഓക്കെ, മയോഫൈബ്രിൽസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു മസിൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ട്രിക്കൽ ആയിട്ട് പൈപ്പ് പോലെയുള്ള എന്ന് പറഞ്ഞു. ഈ മയോഫൈബ്രിൽസ്, ഈ മസിൽ ഫൈബേഴ്സിന്റെ അകത്ത് വരുന്ന മയോഫൈബ്രിൽസും ചെറിയ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൈപ്പിന്റെ അകത്ത് വേറെ പൈപ്പ് ഉള്ളത് പോലെയാണ് മയോഫൈബ്രിൽസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മയോഫൈബ്രിൽസിന്റെ അകത്താണ് ആക്ടിൻ ആൻഡ് മയോസിൻ പ്രോട്ടീൻ വരുന്നത്. ആക്ടിൻ ആൻഡ് മയോസിൻ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഒരു തിയറി പറയുന്നുണ്ട്. അതായത് മസിലിന്റെ ആക്ഷൻ സംഭവിക്കുന്നത് കോൺട്രാക്ഷൻ വഴിയാണെന്ന് നമുക്കറിയാം. തലച്ചോറിൽ നിന്നും നെർവിൽ നിന്നും അല്ലെങ്കിൽ തലച്ചോറിന്റെ നെർവിൽ നിന്നും വരുന്ന നെർവ് ഇമ്പൾസസ് ആണ് ആക്ടിൻ ആൻഡ് മയോസിന്റെ ഒരു പ്രവർത്തനം അവിടെ നടത്തുന്നത്, അല്ലെങ്കിൽ ശരിക്കുള്ള ഒരു മസിലിന്റെ ഒരു ശരിയായ പ്രവർത്തനം നടത്താൻ സഹായിക്കുന്നത്. അപ്പോ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഒരു ഇമ്പൾസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കിട്ടുന്ന സമയത്ത് മസിലിൽ കാൽഷ്യം റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ആക്ഷൻ, മസിലിന്റെ ആക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല തിയറിയാണ് ക്രോസ് ബ്രിഡ്ജ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് മസിൽ ഫൈബേഴ്സ് ആണ് നോക്കാനുള്ളത്. അതായത് നമ്മുടെ ശരീരത്തിൽ വിവിധ തരം മസിൽ ഫൈബേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസിൽ ഫൈബേഴ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് സ്ലോ ട്വിച്ച്, ഫാസ്റ്റ് ട്വിച്ച് ആൻഡ് ഇന്റർമീഡിയറ്റ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് മുകളിലോട്ട് തന്നെ ഒന്ന് പോവാണ്, കോൺട്രാക്ഷനിലോട്ട് ഒന്ന് വരികയാണ്. നമ്മൾ കോൺട്രാക്ഷന് നടന്നു കഴിഞ്ഞാൽ, അതായത് ശരീരത്തിൽ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു മൂവ്മെന്റ് നടന്നു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മളിപ്പോ ഒരു ബൈസെപ്പ് കേളോ അങ്ങനെ എന്തെങ്കിലും കേട്ടെ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മസിൽ റിലീസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ആദ്യം പറഞ്ഞു റിമ്പൾസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യോ കാലോ അനക്കുന്ന സമയത്ത് അവിടെ ഒരു കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സോ അപ്പൊ അവിടെ കോൺട്രാക്ഷൻ നടക്കുന്നത് എങ്ങനെയാ വെച്ചാൽ കാൽഷ്യത്തിനെ റിലീസ് ചെയ്യുമ്പോഴാണ് അവിടെ ഈ പറഞ്ഞ അതായത് എല്ലിൽ നിന്നും കാൽഷ്യത്തിനെ അവിടെ കാൽഷ്യത്തിനെ റിലീസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്താ പറയാ ഈ മസിൽ മൂവ്മെന്റ് നടക്കുന്നത്. എന്നാൽ മസിൽ മൂവ്മെന്റ് നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ കാൽഷ്യം തിരിച്ച് അതിന്റെ എവിടെയാണോ സ്റ്റോർ ചെയ്തിരുന്ന ആ ഒരു സ്റ്റോറേജ് സൈറ്റിലോട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിപ്പം ഒരുപാട് വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മസിൽ ഫറ്റീഗ് ഉണ്ടാകുന്നത്. മസിൽ ഫറ്റീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാൽഷ്യം യൂസ് ചെയ്യപ്പെടുകയും അതുപോലെ തിരിച്ച് റിലീസ് ചെയ്യണമെങ്കിൽ കാൽഷ്യം യൂസ് ചെയ്യപ്പെടുന്ന സമയത്ത് നമുക്ക് പിന്നെ കാൽഷ്യത്തിന്റെ ഒരു സപ്ലൈ അവിടെ കിട്ടാതായിട്ട് വരും. അപ്പം മസിൽ ഫറ്റീഗ് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മസിൽ ഫറ്റീഗ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടായിരിക്കുക, ഒരു പ്രോപ്പർ ആയിട്ടുള്ള കോൺട്രാക്ഷന് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മസിൽ മൂവ്മെന്റ് നമുക്ക് നടത്താൻ വരാതെ ആയിപ്പോകും. ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നും, അല്ലെങ്കിൽ ആവശ്യത്തിന് വെയിറ്റ് പൊക്കാൻ പറ്റാതെ വരിക, ഇങ്ങനെയുള്ള കുറച്ച് ഒരു ഡിഫിക്കൽട്ടി നമുക്ക് ഫീൽ ചെയ്യും. പിന്നീട് കുറച്ച് റെസ്റ്റിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ആ ഒരു മസിൽസിനെ വീണ്ടും വർക്ക്ഔട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ മൂവ് ചെയ്യാനോ നമുക്ക് പറ്റുന്നത്. ഇപ്പൊ നമ്മൾ കോൺട്രാക്ഷന്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഐസോട്ടോണിക് കോൺട്രാക്ഷനെ കുറിച്ചാണ്. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി മസിൽ മൂവ്മെന്റ്സിനെ കുറിച്ചും അല്ലെങ്കിൽ കോൺട്രാക്ഷൻ, റിലാക്സേഷൻ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ കോൺട്രാക്ഷൻ ആവട്ടെ റിലാക്സേഷൻ ആവട്ടെ, ഓക്കെ, കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, റിലാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സ് ചെയ്യുന്നത്. സോ പൊതുവെ ബുക്സിലൊക്കെ രണ്ടിനെയും നമ്മൾ ഒരു വാക്കുകൊണ്ടായിരിക്കും പറയുന്നത് കോൺട്രാക്ഷൻ എന്നാണ്. സോ ഇവിടെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ഷൻസ് ആണ് ഇനി പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഐസോട്ടോണിക് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന എക്സസൈസസിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവിടെ ഐസോട്ടോണിക് എക്സസൈസസ് എന്ന് പറയും. സോ ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇല്ല, നോ ചേഞ്ച് എന്നുള്ളതാണ്. ടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇപ്പം ഇപ്പോ നമ്മളൊരു 10 കിലോ ഉള്ള ഒരു ഡംബലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡംബലിന് ഒരു ചേഞ്ചും വരണില്ല. ഓക്കെ, എങ്കിൽ നമ്മുടെ അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് ഇപ്പൊ എത്ര റെപ്സോ എത്ര സെറ്റ്സോ എന്തെടുത്താലും നമ്മുടെ മസിലിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അവിടെയാണ് ഐസോടോണിക് എന്ന് പറയുന്നത്. ഐസോ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇല്ല, ടോണിക് എന്ന് പറഞ്ഞാൽ ടെൻഷൻ. സോ ടെൻഷൻ നമ്മൾ കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. പക്ഷെ ചേഞ്ച് വരുന്ന എവിടെയാണ്, നമ്മുടെ മസിലിനാണ്, മസിലിന്റെ ലെങ്തിനാണ് ചേഞ്ച് സംഭവിക്കുന്നത്. ഓക്കെ, സോ മസില് ആ സമയത്ത് നമ്മളൊരു ഒരു ഒരു വെയിറ്റ് കൊടുക്കുന്ന സമയത്ത് മസില് ഷോർട്ട് ആകുകയോ ലോങ് ആവുകയോ ചെയ്യാം. അതായത് ലോങ് ആകുകയോ അല്ലെങ്കിൽ ചുരുങ്ങുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിന്റെ സൈസിനെയാണ് അവിടെ ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ ഐസോട്ടോണിക് കോൺട്രാക്ഷനിൽ തന്നെ നമുക്ക് രണ്ട് കോൺട്രാക്ഷൻസ് മനസ്സിലാക്കാണ്ട്, കോൺസെൻട്രിക്കും എക്സെൻട്രിക്കും. കോൺസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയിറ്റ് പൊക്കുന്ന സമയത്ത് നമ്മളെ മസിൽ ഷോർട്ട് ആകുന്നത്. ഓക്കെ, എന്നാൽ എക്സെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെയിറ്റിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മസിൽ ലെങ്തൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കോൺസെൻട്രിക് കോൺട്രാക്ഷൻ, അതായത് വെയിറ്റ് പൊക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ മസിൽസ് വർക്ക് ആവുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് താരതമ്യേന മസിൽസ് കുറച്ച് മസിൽസ് മാത്രമാണ് ഈ ഒരു മൂവ്മെന്റിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, എന്നാൽ ഐസോമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ഓക്കെ, നമ്മളൊരു വെയിറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മസിലിൽ ഒരു ചേഞ്ചും വരുത്തുന്നില്ല. അതായത് ഇപ്പൊ നമ്മളൊരു എന്താ പറയാ ഒരു ഡംബിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ താഴത്ത് ഹോൾഡ് ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു മാറ്റവും വരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചില പെയിൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കടച്ചിലായിട്ടോ അല്ലെങ്കിൽ ചൂടായിട്ടോ നമുക്ക് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. ഇതിനെയാണ് ഐസോമെട്രിക് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന വെയിറ്റിന്റെ ഭാഗമായിട്ട് ഒരു ഫോഴ്സ് അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് അതിന്റെ മസിലിൽ ഒരു ചേഞ്ചും വരുന്നില്ല, പക്ഷെ ആ ഫോഴ്സിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു എനർജി ഉണ്ടാകുന്നുണ്ട്, അതുപോലെ ചൂടും ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനുള്ളത് പുള്ളിനെ, അതായത് ഗ്രാവിറ്റി താഴോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗ്രാവിറ്റി പുള്ളിന് എതിരായിട്ടാണ് നമ്മൾ ഇത് തൂക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അവിടെ ഒരു എനർജി ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ നേരത്തെ വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ, അതായത് വോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന മസിൽസിനെ നമുക്ക് വോളണ്ടറി എന്ന് പറയാം. നമ്മളെ കൺട്രോൾ ഇല്ലാതെ ചില സമയത്ത് കണ്ണിന് തുള്ളല്, കൈക്ക് ഒരു ഇളക്കമൊക്കെ നമ്മൾ പോലും അറിയാതെ ഉണ്ടാകുന്നത്, ഇതൊക്കെ ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്നതാണ്. അതുപോലെ ഇൻവോളണ്ടറി ആയിട്ടുള്ള ഒരുപാട് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ചലനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് മസിൽ ഫൈബേഴ്സിലോട്ടാണ് നോക്കാനുള്ളത്. അതായത് പലതരത്തിലുള്ള മസിൽ ഫൈബേഴ്സ്. സ്ലോ ട്വിച്ച് അല്ലെങ്കിൽ ടൈപ്പ് 1, ഫാസ്റ്റ് ട്വിച്ച് അല്ലെങ്കിൽ ടൈപ്പ് 2, ഇന്റർമീഡിയറ്റ്. ഓക്കെ, സ്ലോ ട്വിച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും അതിന്റെ കോൺട്രാക്ഷൻ നടക്കുന്നതും അതിന്റെ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, ഇപ്പോ നന്നായിട്ട് ഓടുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെയൊക്കെ ഈ സ്ലോ ട്വിച്ച് മസിൽ ഫൈബേഴ്സ് ആണ് വർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ സ്ലോ ട്വിച്ചിന്റെ വേറെ ഒരു അതിന്റെ ഒരു ഘടന എങ്ങനെയാ വെച്ചാൽ ഇതില് മയോഗ്ലോബിൻ നന്നായിട്ടുണ്ട്. അതായത് മയോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മസിലിന് റെഡ് കളർ കൊടുക്കാനായിട്ട് സഹായിക്കുന്നത് മയോഗ്ലോബിൻ ആണ്. പിന്നെ നമ്മളിപ്പോൾ ഓൾറെഡി ഈ സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മസിൽ ഫെറ്റീക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന്. പക്ഷെ സ്ലോ ട്വിച്ച് മസിൽ ഫൈബേഴ്സിൽ കമ്പാരിറ്റീവ്ലി മറ്റ് ഫൈബേഴ്സിനെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് നേരം ഓടുകയാണെങ്കിൽ ഒരുപാട് നേരം സൈക്ലിംഗ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഫെറ്റീക്ക് വരാനുള്ള ഒരു സാധ്യത ഉള്ളൂ. പിന്നെ ഇവരുടെ അതായത് ഈ ഒരു സ്ലോ ട്വിച്ച് മസിൽ ഫൈബേഴ്സ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എപ്പോഴും ഓക്സിജന്റെ ഒരു സാന്നിധ്യത്തോട് കൂടിയിട്ടാണ്, അതായത് എയറോബിക് ആക്ടിവിറ്റി. പിന്നെ ഈ മസിൽസിന് വേറൊരു പ്രത്യേകത ഉള്ള എന്താ വെച്ച് കഴിഞ്ഞാല് ഇവരുടെ മസിൽ സൈസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു വോളിയം അത് അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ശരീരത്തിലെ മസിൽ ഈ സ്ലോ ട്വിച്ച് ഫൈബേഴ്സ് അല്ലെങ്കിൽ മസിൽ ഫൈബേഴ്സ് ഉണ്ടെന്ന് വെച്ചിട്ട് ആളിങ്ങനെ ബൾക്കി ആയിട്ടൊന്നും തോന്നണമെന്നില്ല. അവര് മെലിഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പ്രായമാകുന്നവർക്ക് ടൈമില് നമുക്ക് നമ്മുടെ ശരീരത്തിലെ എല്ലാ കാലം ഇതിന്റെ ഒരു ഈ ഒരു എയറോബിക് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ സ്പോർട്സിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് പ്രായമായാലും ഈ ഒരു സ്ലോ ട്വിച്ച് മസിൽ ഫൈബേഴ്സ് അവരുടെ ശരീരത്തിൽ കാണാൻ പറ്റും. അല്ലാതെ ഏജ് ആയെന്ന് കരുതിയിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ സ്ലോ ട്വിച്ച് മസിൽ ഫൈബേഴ്സ് നശിച്ചു പോകണമെന്നില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബേഴ്സ് ആണ്. സ്ലോ ട്വിച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ വലിയ സൈസിലാണ് ഫാസ്റ്റ് ട്വിച്ച് ഉണ്ടായിരിക്കുക. ടൈപ്പ് 2 മസിൽ ഫൈബേഴ്സിന് വേണമെങ്കിലും പറയാം കേട്ടോ. പിന്നെ ഇവരുടെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ വളരെ പെട്ടെന്നായിരിക്കും കോൺട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺട്രാക്ഷൻ നടക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കും. കൂടാതെ ഇവർക്ക് ഭയങ്കര ഹൈ ഫോഴ്സ് അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫോഴ്സ് ഇവർക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട്, ഇവരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മസിൽ ഫൈബേഴ്സിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. കൂടുതലും ഈ പറഞ്ഞ ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബേഴ്സ് ഉപയോഗപ്പെടുത്തുന്ന എവിടെ വെച്ചാൽ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന്റെ അവസരങ്ങളിൽ ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെവി വെയിറ്റ്സ് പൊക്കുന്ന സമയത്തൊക്കെ ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബേഴ്സ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും സ്ട്രെങ്ത് ഉള്ളത് ഫാസ്റ്റ് ട്വിച്ചിന്? കാരണം എന്താ വെച്ചാൽ ഇവര് ഓക്സിജനായിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ഓക്സിജന്റെ പ്രസൻസിലല്ല. ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി ഉപയോഗിച്ചിട്ടാണ് ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് മസിൽ ഫറ്റീക്ക് വരാനുള്ള, ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബേഴ്സിന് പെട്ടെന്ന് തന്നെ ക്ഷീണം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സ്ലോ ട്വിച്ച് റെഡ് കളറിലാണ് കാണപ്പെടുന്നതെന്ന് പറയുന്നത്. റെഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര റെഡ് അല്ല, ഒരു റെഡിഷ് കളർ. ഓക്കെ, എന്നാൽ ഫാസ്റ്റ് ട്വിച്ച് എപ്പോഴും ഒരു വൈറ്റ് കളർ, ഒരു 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 പെയിൽ കളർ, അങ്ങനത്തെ ഒക്കെ ഒരു കളറിലായിരിക്കും കാണുന്നത്, ഒരു വൈറ്റിഷ് ഒക്കെ ആയിട്ട്. നമ്മളെ ഏറ്റവും ഈ ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത്, പവർ അല്ലെങ്കിൽ മസിലിന് ഒരു ബൾക്ക്നെസ് ഒക്കെ കൊണ്ടുവരാൻ ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബേഴ്സ് ആണ് സഹായിക്കുന്നത്. നെക്സ്റ്റ് ഇന്റർമീഡിയറ്റ് ആണ്. ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം രണ്ടിന്റെയും, സ്ലോന്റെയും ഫാസ്റ്റിന്റെയും രണ്ടിന്റെയും സ്വഭാവം കാണിക്കുന്നവരാണ് ഇന്റർമീഡിയറ്റ്. ഓക്കെ, അപ്പം ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡറേറ്റ് സ്പീഡിലും വർക്ക് ചെയ്യാം, സ്ട്രെങ്ത് ട്രെയിനിങ്ങിലും ഇത്തരത്തിലുള്ള മസിൽ ഫൈബേഴ്സ് വർക്ക് ചെയ്യും. നെക്സ്റ്റ് മസിൽ ഫൈബേഴ്സിന്റെ അറേഞ്ച്മെന്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. എങ്ങനെയാണ് ഇവർ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഓക്കെ, സോ മസിൽ ഫൈബേഴ്സ് വന്നിട്ട് അവരുടെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിപെന്നേറ്റ്, ബൈപെന്നേറ്റ്, മൾട്ടിപെന്നേറ്റ് ആൻഡ് പാരലൽ കൺവേർജന്റ്. ഇത്രയും അറേഞ്ച്മെന്റ്സ് ആണ് മസിൽ ഫൈബേഴ്സിന്റെ അറേഞ്ച്മെന്റ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. പേജ് നമ്പർ ഓക്കെ, പേജ് നമ്പർ 14 14 അപ്പോ
യൂണിപെന്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഡയറക്ഷനിൽ ഒരു സിംഗിൾ ആംഗിളിൽ മാത്രമാണ് ആ മസിലിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്കിൽ നമുക്ക് അതിനെ യൂണിപെന്നറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത് നമ്മൾ ക്വാഡ്രിസെപ്സ് ഉണ്ടല്ലോ, കാലിന്റെ മസിൽസ്. സോ അതായത് തൈസിന്റെ ഫ്രണ്ടിൽ വരുന്ന അതൊക്കെ നമുക്ക് എന്താ പറയാ യൂണിപെന്നറ്റ് ആണ്. വാസ്റ്റസ് ലെറ്ററാലിസ്. നെക്സ്റ്റ് വൺ ബൈപിന്നേറ്റ് ആണ്. ബൈപിന്നേറ്റിൽ വരുന്നത് രണ്ട് സൈഡിൽ, ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ രണ്ട്, സോ രണ്ട് സൈഡിലോട്ടായിട്ടാണ് അതിന്റെ അറേഞ്ച്മെന്റ് വന്നിട്ടുള്ളത് എങ്കിൽ അവരെ ബൈപിന്നേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനുള്ളത് റെക്ടസ് ഫെമോറിസ്, അതായത് ഈ പറഞ്ഞ പോലെ തൈസിന്റെ ഫ്രണ്ടിലുള്ള ഒരു മസിലാണത് റെക്ടസ് ഫെമോറിസ്. അപ്പോൾ റെക്ടസ് ഫെമോറിസ് ബൈപിന്നേറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് മൾട്ടിപിന്നേറ്റ് ആണ്. മൾട്ടിപിന്നേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആംഗിൾസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള മസിൽ ഫൈബർ. അതിൽ ഡെൽറ്റോയിഡ് മസിൽ ഉണ്ട്, നമ്മുടെ ഷോൾഡറിൽ വരുന്ന ഡെൽറ്റോയിഡ് മസിൽ മൾട്ടിപിന്നേറ്റ് ആണ്. നെക്സ്റ്റ് പാരലൽ മസിൽ ആണ്. അതായത് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ പോകുന്ന മസിൽസിനെ നമ്മൾ പാരലൽ എന്ന് പറയും. ഒരു ആംഗിളും അവർക്ക് ഉണ്ടായിരിക്കൂല, ഒരേപോലെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, നമുക്ക് കൈത്തണ്ടയിലുള്ള ഒരു മസിൽ വരുന്നുണ്ട് ബൈസെപ്സ് ബ്രാങ്കൈ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു പാരലൽ മസിലായിട്ട് കണക്കാക്കാം. ഓക്കെ, നെക്സ്റ്റ് കൺവേർജന്റ് അറേഞ്ച്മെന്റ് ആണ്. കൺവേർജന്റ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാനിന്റെ ബ്ലേഡ് ഒക്കെ പോലെ. ഓക്കെ, അപ്പോൾ മസിൽ ഫൈബേഴ്സിന് ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു വീതി ആയിരിക്കും അതിന്, പക്ഷെ അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാരോ ആയിട്ടായിരിക്കും വരുന്നത്. വളരെ വീതി കുറഞ്ഞതിൽ നിന്നും വന്നിട്ട് വലുപ്പത്തിൽ വരുന്നതായിരിക്കും കൺവേർജന്റ് അറേഞ്ച്മെന്റ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് പെക്ടോറാലിസ് മേജർ, അതായത് നമ്മുടെ ചെസ്റ്റിൽ വരുന്ന മസിലാണ്. സോ ഇത്രയാണ് നമുക്ക് മസിൽസിന്റെ അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് നോക്കാനുള്ളത്. നെക്സ്റ്റ് മസിലിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അതായത് ഏതെല്ലാം രീതിയിൽ, പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്കുള്ള സവിശേഷതകളാണ്. സോ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ നെക്സ്റ്റ് നമുക്ക് മസിൽസിന്റെ സവിശേഷതകളാണ് നോക്കാനുള്ളത്. ഓൾറൈറ്റ്, സോ മസിൽസിന്റെ പ്രത്യേകതകളിൽ പെട്ടിട്ടുള്ള ഒന്നാണ് എക്സൈറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ഇമ്പൾസ് വരുമ്പോക്കിനെ അവരെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, അതായത് എന്ത് പ്രവർത്തിക്കുള്ള ഒരു ഇമ്പൾസ് ആണോ, കൈ ചുരുക്കാനാണോ, കൈ റിലീസ് ചെയ്യാനാണോ, മസിൽ റിലീസ് ചെയ്യാനാണോ, എന്താണ് എന്നുള്ള ആ ഒരു ഇമ്പൾസ് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മസിലിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈ ഒരു ഇമ്പൾസ് ഇലക്ട്രിക്കൽ ആകാം. ഓക്കെ, ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആണ് നമ്മുടെ ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ തലച്ചോറിൽ നിന്നും മസിലിലോട്ട് വരുന്നത്. സോ അങ്ങനെ ഒരു ട്രിഗർ മസിലിന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മസിൽ എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും അതിന്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എക്സൈറ്റബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സോ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ മൊത്തം മസിൽ ഫൈബേഴ്സിലോട്ട് അതിന്റെ ആ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ട്രാവൽ ചെയ്യുന്നതിനെ കുറിച്ചാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മൊത്തം ആ ഒരു മസിൽ കോൺട്രാക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു ഇമ്പൾസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് കോൺട്രാക്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ഫൈബേഴ്സിനെ ഷോർട്ടൻ അല്ലെങ്കിൽ ചുരുങ്ങുന്നതും അതിലൂടെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് കോൺട്രാക്ടിലിറ്റി. അപ്പം നമ്മുടെ മസിൽസിന് പല 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 സ്വഭാവങ്ങളുണ്ട്: എക്സൈറ്റബിലിറ്റി, കണ്ടക്ടിവിറ്റി, കോൺട്രാക്ടിലിറ്റി. നെക്സ്റ്റ് വൺ എക്സ്റ്റെൻസിബിലിറ്റി ആണ്. എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു നോർമൽ ആയിട്ടുള്ള മസിലിന്റെ ഒരു നോർമൽ ആയിട്ടുള്ള വലുപ്പം എന്താണോ അതിലും കൂടുതൽ ലെങ്തിലോട്ട് പോകാൻ നമ്മുടെ മസിൽസിന് പറ്റുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഒരു ബൈസെപ്സ് കേൾ ചെയ്യുന്ന ഒരു സമയത്ത് ബൈസെപ്സ് കേൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബൈസെപ്സ് കോൺട്രാക്റ്റും ചെയ്യും, ട്രൈസെപ്സ് അതായത് കയ്യിൽ ബാക്കിലുള്ള ട്രൈസെപ്സ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അല്ലെ, നീളം കൂടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മസിൽ കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ, ആ ഒരു മൂവ്മെന്റ് നിന്ന് കഴിഞ്ഞാൽ തിരിച്ച് ആ മസിലിന്റെ സെയിം സ്പോട്ടിലോട്ട് അല്ലെങ്കിൽ ആ സെയിം രീതിയിൽ തിരിച്ചു വരാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റബ്ബർ ബാൻഡ് വലിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതേ പൊസിഷനിലോട്ട് വരുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മസിൽ ടോണാണ്. ഓക്കെ, മസിൽ ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റെസ്റ്റ് എടുക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ ശരീരം, അതായത് നോർമലി നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം അതിന്റെ ഒരു ഘടനയുണ്ടല്ലോ, അതിന്റെ ഒരു ടോൺ അല്ലെങ്കിൽ അതിന്റെ ഒരു പോസ്റ്റർ, ബോഡി ഷേപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് എപ്പോഴും ഒരു കോൺട്രാക്റ്റഡ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, ഈ മസിൽ ടോൺ ആണ് നമ്മുടെ ശരീരത്തിന് ഷേപ്പ്, പോസ്ചർ, അതുപോലെ ഒരു ഫേംനെസ്, ഒരു ഉറപ്പ് എല്ലാം നൽകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് അതിൽ പറയാനുള്ളത്.
നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇപ്പോ നമ്മൾ പലതരം മസിൽസിനെ കുറിച്ച് പഠിച്ചു. ഈ മസിൽസിന്റെ ഒരു പ്രോപ്പർട്ടീസ്, അതായത് അവരുടെ സ്വഭാവങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലെ. ഇനി നമുക്ക് ഇവരുടെ ഫങ്ഷൻസ്, ചില ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഓരോരോ പേരുണ്ട്. അതായത് നമ്മൾ ഒരു വർക്ക്ഔട്ട് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു മസിൽ ഉണ്ടായിരിക്കും അല്ലെ. അതിനെ നമ്മൾ പ്രൈം മൂവേഴ്സ് അല്ലെങ്കിൽ ഏഗനിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. പ്രൈം മൂവേഴ്സ്, അതായത് മെയിൻ ആയിട്ടുള്ള മസിൽ. ഇപ്പോ നമ്മളൊരു ബാർബിൾ കേൾ ഒക്കെ എടുക്കുന്ന സമയത്ത് ബൈസെപ്സ് ആണ് അവിടെ മെയിൻ മസിൽ ആയിട്ട് വരുന്നത്. ഓക്കെ. എന്നാൽ നെക്സ്റ്റ് ആന്റഗണിസ്റ്റ്. ആന്റഗണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മസില് അതിന്റെ പ്രൈം ആയിട്ടുള്ള മസിലിന്റെ ഓപ്പോസിറ്റ് മസിൽ ഏതാണോ അതാണ് ആന്റഗണിസ്റ്റ് മസിൽ ആയിട്ട് വരുന്നത്. അതായത് ഇപ്പോൾ ബാർബിൾ കേൾ എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ട്രൈസെപ്സ്, കൈയുടെ ബാക്കിൽ ട്രൈസെപ്സും വർക്ക് ചെയ്യാറുണ്ട്. അവരാണ് ഒരു ഓപ്പോസിറ്റ് മസിൽ ആയിട്ട് വരുന്നത്. അപ്പോൾ അവരെ ആന്റഗണിസ്റ്റ് എന്ന് വിളിക്കും. നെക്സ്റ്റ് ഫിക്സേറ്റർ ആണ്. ഫിക്സേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മൂവ്മെന്റ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ചലനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സമയത്ത് നമ്മളെ ജോയിന്റ്സിനെയൊക്കെ പിടിച്ച് ഒന്ന് ഫേം ആയിട്ട് അല്ലെങ്കിൽ അവിടെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്താൻ പറ്റുന്ന അതിനെയാണ് ഫിക്സേറ്റർ എന്ന് പറയുന്നത്. ഫിക്സേറ്റർ മസിൽസ്. അത് നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷോൾഡർ മസിൽസ് ഉണ്ടല്ലോ, ഡെൽറ്റോയിഡ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഡെൽറ്റോയിഡ് ഇപ്പൊ നമ്മൾ ബൈസെപ് കേൾ ഒക്കെ ചെയ്യുന്ന സമയത്തായാലും നമുക്കറിയാം നമ്മൾ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ഈ പറഞ്ഞ ഷോൾഡർ മസിൽസ് ആണ്. സോ അവരവിടെ ഫിക്സേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് മസിൽസ് ആൻഡ് ലിവേഴ്സ് ആണ്. ഫസ്റ്റ് ക്ലാസ് ലിവർ, സെക്കൻഡ് ക്ലാസ് ലിവർ ആൻഡ് തേർഡ് ക്ലാസ് ലിവർ. ഫസ്റ്റ് ക്ലാസ് ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എക്സാമ്പിൾ നോക്കാൻ പറ്റുന്നത് ഒരു ഹെഡിന്, നമ്മുടെ തല ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് നെക്ക് മസിൽസിലൂടെയാണ് അല്ലെ. സോ ഇവിടെ എപ്പോഴും മിഡിൽ പോർഷൻ, അതായത് നടുഭാഗത്താണ് ഫൽക്രം ഉണ്ടായിരിക്കുക. അതായത് രണ്ട് സൈഡിലും ഒരു സൈഡിൽ ലോഡ് ഉണ്ടായിരിക്കും, ഒരു സൈഡിൽ എഫേർട്ട് ആയിരിക്കും. സോ അതിന്റെ നടുഭാഗത്ത് അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ തല ഫ്രണ്ടിലോട്ട് അല്ലെങ്കിൽ ബാക്കിലോട്ട് സൈഡിലോട്ടൊക്കെ നമ്മൾ സെൻട്രലാണ് അതിനെ ഫിക്സ് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. സോ ഇതിനെ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ലിവർ എന്ന് പറയാം. അപ്പം ഈ സെൻട്രലുള്ള ഈ പോർഷനെ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ് ഫൽക്രം. ഓക്കെ. അപ്പോൾ നമ്മൾ തല താഴോട്ടാണ് ആക്കുന്നത് എങ്കിൽ ഇവിടെ ലോഡ് എവിടെ വരുന്നത്, ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. ബാക്കിലോട്ടാണെങ്കിൽ ലോഡ് ബാക്കിൽ വരും. റൈറ്റ്. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്തോട്ടാണോ താഴ്ത്തുന്നത് അവിടേക്ക് നമ്മൾ എഫേർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ക്ലാസ് ലിവർ. സെക്കൻഡ് ക്ലാസ് ലിവറിൽ സംഭവിക്കുന്നത് ഫൽക്രം ഒരു എൻഡിലായിരിക്കും, ലോഡ് മിഡിലായിരിക്കും, എഫേർട്ട് മറ്റേ എൻഡിലായിരിക്കും. ഓക്കെ. അതായത് ഫൽക്രം ഒരു എൻഡിലായിരിക്കും, ലോഡ് നടുക്കായിരിക്കും, എഫേർട്ട് മറ്റേ എൻഡിലായിരിക്കും. അതായത് നമ്മളിപ്പോ കാലിന്റെ ടോസിൽ അല്ലെങ്കിൽ കാലിന്റെ കാൽവിരലിന്റെ മുൻവശം വെച്ചിട്ട് നമ്മൾ കാഫ് മസിൽസ് റൈസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഫൽക്രം വരുന്നത് ഈ പറഞ്ഞ ടോസിലാണ് അല്ലെ, വിരലുകളിലാണ് വരുന്നത്. ഓക്കെ. അല്ലെങ്കിൽ ആ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പോൾ കാഫ് മസിൽ റൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോഡ് എവിടെയാണ് വരുന്നത്, കാഫ് മസിൽസിലല്ലേ വരുന്നത്. അതായത് നമ്മുടെ ബോഡി വെയിറ്റ് മൊത്തം വരുന്നത് കാഫ് മസിലാണ്. എഫേർട്ട് എങ്ങോട്ടേക്കാണ്, എഫേർട്ട് എങ്ങോട്ടേക്കാണ് വരുന്നത്, മുകളിലോട്ടാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്. സോ ഒരു എൻഡിലോട്ട് എഫേർട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ലോഡ് വരുന്നത് നമ്മുടെ മിഡിൽ പോർഷനിലായിട്ടാണ് വരുന്നത്. പേജ് നമ്പർ 18 കേട്ടോ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമുക്ക് തേർഡ് ക്ലാസ് ലിവർ നോക്കാം. തേർഡ് ക്ലാസ് ലിവറിൽ ഫൽക്രം ഒരു എൻഡിലാണ് വരുന്നത്. ഓക്കെ. എഫേർട്ട് വരുന്നത് മിഡിലായിരിക്കും, ലോഡ് വരുന്നത് മറ്റേ എൻഡിലായിരിക്കും. ഓക്കെ. സെക്കൻഡ് ക്ലാസ് ലിവറിൽ ലോഡ് ആയിരുന്നു നടുക്ക് വന്നിരുന്നത്. തേർഡ് ക്ലാസ്സിൽ എഫേർട്ട് ആണ് മിഡിലായിട്ട് വരുന്നത്. നമുക്ക് ഒരു ബാർബിൾ കേൾ ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം നമ്മൾ ബൈസെപ്സ് ആണ് എഫേർട്ട് തരുന്നത് അല്ലെ. അപ്പൊ ലോഡ് എവിടെ വരുന്നത്, നമ്മളെ കയ്യിലായിരിക്കും ലോഡ് വരുന്നത്. സോ ലോഡ് താഴത്തോട്ട് നമ്മൾ അത് പൊക്കുന്ന സമയത്ത് നമ്മൾ എഫേർട്ട് എടുക്കാൻ വരുന്നത് ബൈസെപ്സിലായിരിക്കും എഫേർട്ട് വരുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് തേർഡ് ക്ലാസ് ലിവറിലാണ് നമ്മൾ, തേർഡ് ക്ലാസ് ലിവർ മൂവ്മെന്റ്സിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്പീഡുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും, പക്ഷെ സ്ട്രെങ്ത് കുറവായിരിക്കും. നമുക്ക് വളരെ സ്പീഡിൽ മൂവ്മെന്റ്സ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പം നമ്മുടെ ഈ കൈമുട്ടാണ് അവിടെ ഫൽക്രമായിട്ട് വരുന്നത്. ഓക്കെ. സോ ഈ ഒരു ഏരിയ, അപ്പോൾ നമുക്ക് ഭയങ്കര സ്പീഡിൽ മൂവ്മെന്റ്സ് പറ്റും, പക്ഷെ സ്ട്രെങ്ത് കുറവായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ബോൺസിനെ കുറിച്ചാണ് കേട്ടോ. ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകള് മറ്റ് ശരീര പാർട്സ് പോലെ തന്നെ ശരിക്കും ലിവിങ് ടിഷ്യൂ ആണ്. അതിന് വളരാനും ഡെവലപ്പ് ചെയ്യാനും അതുപോലെ റിപ്പയർ ചെയ്യാനൊക്കെ സാധിക്കും. ഒരു ബോണിന്റെ അകത്ത് 20% വെള്ളമാണ് വരുന്നത്, 40% ഓർഗാനിക് മാറ്റർ ആണ്. ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. ഓക്കെ. ഈ ഓർഗാനിക് മാറ്റർ ആണ് നമ്മുടെ എല്ലുകൾക്ക് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത്. ഓക്കെ. എന്നാൽ 40 തൊട്ട് 50% വരെ ഇനോർഗാനിക് മാറ്റർ ആണ്. ഇനോർഗാനിക് മാറ്റർ ആണ് എല്ലുകൾക്ക് സ്ട്രെങ്ത് കൊടുക്കുന്നത്. ഇനോർഗാനിക് മാറ്ററിൽ പെട്ടതാണ് കാൽഷ്യം, ഫോസ്ഫറസ്, ഇതൊക്കെ. ഓക്കെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എല്ലുകള് എന്തിനാണെന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും സപ്പോർട്ടിന് വേണ്ടിയിട്ടും
ബ്ലഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടും അതുപോലെ മിനറൽ സ്റ്റോറേജിനും മൂവ്മെന്റിനും. ഓക്കെ, പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റൽ ആയിട്ടുള്ള അവയവങ്ങൾ, അതായത് ബ്രെയിന്, ഹാർട്ട്, ലങ്സ്, ഇങ്ങനെയുള്ള അവയവങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോൺസ് നമ്മുടെ ശരീരം അല്ലെങ്കിൽ ബോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ശരീരത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഷേപ്പ്, പോസ്ചർ, ഒരു ഫ്രെയിം വർക്ക്, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്, അല്ലെങ്കിൽ അത് കൊടുക്കുക എന്നും കൂടിയാണ് ബോൺസിന്റെ അല്ലെങ്കിൽ എല്ലുകളുടെ വേറെ ഒരു ജോലി. മൂന്നാമതായിട്ട് മൂവ്മെന്റ്, നമ്മളെ ശരീരത്തിനെ ചലിക്കാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവരാണ് എല്ലുകൾ. ഓക്കെ, എന്നാ മൂവ്മെന്റ് നടക്കുന്നത് എല്ല് മാത്രമായിട്ടാണോ? ഒരിക്കലല്ല. മസിൽസും മറ്റ് ജോയിന്റ്സും കൂടിയിട്ടാണ് മൂവ്മെന്റിന് അവിടെ നമുക്ക് സാധ്യമാക്കുന്നത്. നാലാമതായിട്ട് ബ്ലഡ് പ്രൊഡക്ഷൻ. എങ്ങനെയാണ് ബ്ലഡ് പ്രൊഡക്ഷനെ നമുക്ക് എല്ലുകൾ സഹായിക്കാം? അതായത് എല്ലുകൾക്കകത്താണ് ബോൺ മാരോ, മജ്ജ. ഈ മജ്ജയാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മിനറൽ സ്റ്റോറേജ്. മിനറൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു 90% ബോഡി കാൽഷ്യം ഫോസ്ഫറസും സ്റ്റോർ ചെയ്യുന്നത് എല്ലുകൾക്കകത്താണ്. അപ്പോൾ എപ്പോൾ നമ്മളെ ശരീരത്തിലെ കാൽഷ്യത്തിന്റെ ഫോസ്ഫറസിന്റെ ഡെഫിസിറ്റ് വന്ന്, അതായത് കുറവ് വന്നു കഴിഞ്ഞാൽ അതെടുക്കുന്നത് എവിടെ നിന്നായിരിക്കും? ബോൺസിൽ നിന്നായിരിക്കും അതെടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ്സ് നോക്കാം. അതായത് നമുക്ക് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു മസിൽസും ജോയിന്റ്സും എല്ലാം കൂടിയിട്ടാണ് ഈ ബോൺസിന് മൂവ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ജോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ എല്ലുകൾ സംഗമിക്കുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ ജോയിന്റ്സ് എന്ന് പറയുന്നത്. രണ്ടോ അതിൽ കൂടുതലോ എല്ലുകൾ മീറ്റ് ചെയ്യുന്ന ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ജോയിന്റ്സ് എന്ന് പറയുന്നത്. സോ ഈ ജോയിന്റ്സ് ആണ് നമ്മളെ മൂവ്മെന്റിന് വളരെയധികം സഹായിക്കുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ പലതരത്തിലുള്ള ജോയിന്റ്സ് കാണാം. ഇമ്മൂവബിൾ ജോയിന്റ്സ്, സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ്സ്, ഫ്രീലി മൂവബിൾ ജോയിന്റ്സ്. 3 ജോയിന്റ്സ്. അതായത് ഇമ്മൂവബിൾ ജോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മൂവ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചലിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ജോയിന്റ്സ് നമ്മുടെ ശരീരത്തിലുണ്ട്. പ്രത്യേകിച്ച് തലയോട്ടിയിലുള്ള എന്താ പറയുക, തലയോട്ടിയിലും ജോയിന്റ്സ് വരുന്നുണ്ട്. ഇത് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയൂല, ഇളക്കാനായിട്ടൊന്നും കഴിയൂല. നെക്സ്റ്റ് ചെറിയ തോതിലെങ്കിലും ഇളക്കാനായിട്ട് പറ്റുന്ന മൂവബിൾ ജോയിന്റ്സ് ആണ്. അതായത് നമ്മുടെ നട്ടലിലൊക്കെ വരുന്ന വെർട്ടിബ്രൽ ജോയിന്റ്സ്. വെർട്ടിബ്രൽ ജോയിന്റ്സ് നമുക്ക് ചെറുതായിട്ട് വെർട്ടിബ്രൽ ജോയിന്റ്സ് നമുക്ക് ചെറിയ തോതിലാണ് മൂവ് ചെയ്യാനായിട്ട് കഴിയാം. നെക്സ്റ്റ് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന, ഇളക്കാൻ പറ്റുന്ന, ചലനം സാധ്യമായിട്ടുള്ള ജോയിന്റ്സ് ആണ്. എസ്പെഷ്യലി നമ്മുടെ ഷോൾഡറിൽ, കയ്യില്, കാലില് ഒക്കെ വരുന്ന ജോയിന്റ്സ് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പം 3 ടൈപ്പ് ഓഫ് ജോയിന്റ്സിന് നമ്മൾ പറഞ്ഞു, അവരുടെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. നെക്സ്റ്റ് നമുക്ക് അവരുടെ സ്ട്രക്ചറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ഇതുപോലെ പറയാം. അതായത് ഫൈബ്രോസ് ജോയിന്റ്സ്, കാർട്ടിലേജിനിയസ് ജോയിന്റ്സ് ആൻഡ് സിനോവിയൽ ജോയിന്റ്സ്. ഫൈബ്രോസ് ജോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്കള്ളിൽ ഉള്ള ഇമ്മൂവബിൾ ആയിട്ടുള്ള, മൂവ് ചെയ്യാൻ പറ്റാത്ത ജോയിന്റ്സിനെ നമുക്ക് ഫൈബ്രോസ് ജോയിന്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് കാർട്ടിലേജിനിയസ് ജോയിന്റ്സ് ആണ്. അത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മാത്രം മൂവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വെർട്ടിബ്രൽ ജോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ജോയിന്റ്സിനെ നമുക്ക് കാർട്ടിലേജിനിയസ് ജോയിന്റ്സ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് സിനോവിയൽ ജോയിന്റ്സ് ആണ്. സിനോവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മൂവ്മെന്റ് സാധ്യമാക്കുന്ന ജോയിന്റ്സിനെയാണ് നമുക്ക് സിനോവിയൽ ജോയിന്റ്സ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. സോ ഈ ഒരു പാഠത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാന്നുള്ളത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് 2 വീഡിയോ ഞാൻ ഇടാം. താങ്ക് യു.